ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. അമ്മേ ആദ്യത്തെ ചാപ്റ്റർ സെറ്റപ്പ് എടുത്ത് കഴിഞ്ഞ് അതിന് ഇംപ്രൂവ്മെന്റ് ക്ലാസ് കിട്ടിയതിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത്. ഇനി അതേ ചാപ്റ്റർ കണ്ടിന്യൂഷൻ ആണ് ഇത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ്. ഓക്കെ, സെറ്റ് പഠിച്ചാൽ നമുക്ക് ഏത് പഠിക്കാൻ പറ്റുള്ളൂ? ഈ രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻ ഫംഗ്ഷൻസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചാപ്റ്റർ കാണുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? സെറ്റ് ചാപ്റ്റർ പഠിച്ചു വരണം കേട്ടോ. ഓക്കെ, നമുക്ക് പ്ലസ് വണ്ണിൽ മെയിൻ ആയിട്ട് 3 ചാപ്റ്റർ, ഇപ്പൊ സെറ്റ്, റിലേഷൻസ്, ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രി, ഈ ഏറ്റവും ആദ്യത്തെ 3 ചാപ്റ്റർ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്ലസ് 12 ബേസും കിട്ടും. ഓക്കെ, ഇപ്പൊ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ചെയ്തവരും അതേപോലെ തന്നെ പ്ലസ് വൺ ഇപ്പൊ റെഗുലർ ആയിട്ട് പഠിക്കുന്നവർക്കും നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ചാപ്റ്ററിൽ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന ഒരു 10-15 ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ ഉണ്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടിയാൽ ഈ പാർട്ടിൽ നിന്നാ നിങ്ങൾക്ക് 6 മാർക്കാണ് വെയിറ്റേജ് വരിക മെയിൻ എക്സാമിന്. 6 മാർക്ക് എന്ത് ചെയ്യുക? സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചറിയാ. ഞാൻ വേറെ സംസാരിക്കാനും പറ്റൂല, റെക്കോർഡ് ക്ലാസ് ആണ്. ഓക്കെ, ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസിലോട്ട് പോകും. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, എത്ര ടോപ്പിക് പഠിക്കാൻ, അതിന്റെ ഒരു ഐഡിയ മാത്രം നിങ്ങൾക്ക് പറയാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 6 ടോപ്പിക് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ 6 പഠിച്ചതിന് ഈ ചാപ്റ്റർ ചെയ്യുന്നത് അതിൽ ഏറ്റവും ആദ്യമാണ് ഓർഡേർഡ് ബേസ് എന്താണ്, അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഓക്കെ, ഓർഡേർഡ് പേർ എന്താണെന്നൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, അടുത്തത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണെന്ന് പഠിക്കും. ഓക്കെ, ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻസ്, അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഇനി റിലേഷൻസിൽ സം സ്റ്റാൻഡേർഡ് റിലേഷൻസ് ആണ് എന്ത് വിളിക്കുക? ഫംഗ്ഷൻസ്. അതിന് ഫംഗ്ഷൻസിന്റെ കുറച്ചധികം ഗ്രാഫുകൾ ഉണ്ട്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫംഗ്ഷൻസും ഗ്രാഫുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ഡൊമൈനും റേഞ്ചും കാണാൻ. ഓക്കെ, ഇതെല്ലാം പഠിച്ചു തരുന്നവർ റെഗുലർ ക്ലാസ് ആയിരുന്നു. പ്ലസ് വൺ റെഗുലർ ആയാലും ഇതെല്ലാം പഠിച്ചു തരുന്നുണ്ടാവും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്. അതേപോലെ തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റുകാർക്ക് ഏതെങ്കിലും പഠിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, എന്താണ് ഓർഡേർഡ് ബേസ്, അതേപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ കാണാം, അതേപോലെ തന്നെ റിലേഷൻസ്, ഫംഗ്ഷൻസ്, ഡൊമൈൻ, ഗ്രാഫ്. ഓക്കെ, ഇതിലാ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇട്ടാ. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 10-11 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും കാണാൻ മനസ്സിലായപ്പോ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ വരും. അതാണ് നിങ്ങൾ മേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ചെറുതായിരുന്നു സ്പീഡ് കൂടി സാധനം കണ്ടു വെക്കൂ. ഓക്കെ, പഠിച്ച കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ രണ്ടും ചെയ്യാൻ കിട്ടുന്നുണ്ടോ ഇല്ലേ നോക്കിയാൽ മതി. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകട്ടാ. ഓക്കെ, അപ്പൊ ഓർഡേർഡ് പേർ എന്താണ് നമുക്ക് ഏറ്റവും അതെ ഓർഡേർഡ് പേർ പഠിക്കാണെന്നാണ്. ഓക്കെ, നമുക്ക് ഓർഡേർഡ് പേർ ഡിനോട്ട് ചെയ്യാം. എ കോമ ബി, ഓർഡേർഡ് പേർ എ കോമ. അപ്പൊ സെറ്റിന് ഇതിട്ട് വിളിച്ചില്ലേ? സെറ്റ് എ കോമ ബി എന്ന് വിളിച്ചില്ലേ? അതേപോലെ ഓർഡേർഡ് പേഴ്സിനും ഏത് ബ്രാക്കറ്റ് ആണ്? സാധാ ബ്രാക്കറ്റ് എ കോമ ബി. ഓക്കെ, അപ്പൊ പെയർ നീക്കുമ്പോൾ രണ്ടുപേരും ഇവിടെ ഓർഡറിന് പ്രാധാന്യം ഉണ്ട് കേട്ടോ. പിന്നെ സെറ്റിൽ പഠിച്ചിരുന്നത് സെറ്റ് എ കോമ ബി ഈക്വൽ ടു സെറ്റ് ബി കോമ എ ആണ് പഠിച്ചിരുന്നു അല്ലെ? ഈ രണ്ട് സെറ്റും ഈക്വൽ ആണ്. ഇനി ഇവിടെ എന്താ പറയാൻ പറ്റൂല? ഓർഡേർഡ് പേർ എ കോമ ബി ഈക്വൽ ടു ഓർഡേർഡ് പേർ ബി കോമ എന്ന് പറയാൻ പറ്റില്ല. ഓർഡേർഡ് എ കോമ ബി നോട്ട് ഈക്വൽ ടു ഓർഡേർഡ് പേർ ബി കോമ ആണ്. ഓർഡേർഡ് പേർ അതിൽ ഓർഡറിന് എന്തുണ്ട്? പ്രാധാന്യം. സെറ്റിൽ എന്തുണ്ടായില്ല? ഓർഡറിന് പ്രാധാന്യം ഉണ്ടായില്ല. ഇനി രണ്ട് ഓർഡേർഡ് പേർസ് ഈക്വൽ ആവണമെങ്കിൽ, ഇപ്പൊ എ കോമ ബി ഈക്വൽ ടു ഓർഡേർഡ് പേർ സി കോമ ഡി ആവണമെങ്കിൽ, രണ്ട് ഓർഡേർഡ് പേർ ഈക്വൽ ആവണമെങ്കിൽ എ മസ്റ്റ് ബി ഈക്വൽ ടു സി, ബി മസ്റ്റ് ബി ഈക്വൽ ടു ഡി. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഐഡിയ വെച്ചാണ് എന്ത് ചെയ്യണത്? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണതാ. നോക്കൂ, ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കാം. ഓർഡേർഡ് പേർ, ഫസ്റ്റ് ഓർഡേർഡ് പേർ x/2 + 1 കോമ y - 1/3 ഈക്വൽ ടു 5/2. ഓർഡേർഡ് പേർ 5/2 കോമ 8/3. രണ്ട് ഓർഡേർഡ് പേർ ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഫസ്റ്റ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കുള്ളൂ, സെക്കൻഡ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കുള്ളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇവിടെ എന്ത് കാണണം? എക്സിന്റെയും വൈന്റെയും വാല്യൂ കാണണം. ഇപ്പൊ നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ് ഉണ്ടാകും. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇവിടെ നോക്കാം. ഓർഡേർഡ് പേർ ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ്സ് ഈക്വൽ ആണ്. x/2 + 1 ഈക്വൽ ടു 5/2. x/2 + 1 ഈക്വൽ ടു 5/2. എനിക്കിവിടെ എന്തിനു മാത്രം മതി? എക്സിന്റെ വാല്യൂ മാത്രം മതി. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എല്ലാം എന്ത് ചെയ്യണം? ഓരോ ടേമിനും അപ്പുറത്ത് കൊടുക്കാൻ പോകും. അപ്പൊ നോക്കിയോ, x/2 ഈക്വൽ ടു ആദ്യം +1 അപ്പുറത്ത് കൊടുക്കും 5/2 - 1. ബുദ്ധിമുട്ടില്ലല്ല. ഇനി ഈ ഒരു സാധനം എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 5/2 - 1. -1 1/1 ആണ്. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണ്. ഈക്വൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷനും അഡീഷനും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 5 1 5 -1 × 2 2 all divided by 2 നിങ്ങൾക്ക് 3/2 ആൻസർ കിട്ടും. ഇത് കൊടുക്കൊണ്ട് എഴുതിയൊക്കെ. അപ്പൊ x/2 ഈക്വൽ ടു ആൻസർ നിങ്ങൾക്ക് 3/2 എന്ന് കിട്ടി. നിങ്ങൾക്ക് എക്സിന് മാത്രം മതി. x/2 ആണ്. എക്സിനാണ് നിർത്താം. അപ്പൊ നിങ്ങൾക്ക് x ഈക്വൽ ടു ബൈ 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താ അവിടെ? × 2. അപ്പൊ നിങ്ങൾക്ക് 3/2 × 2.
2 ക്യാൻസൽ ചെയ്യുക, എക്സ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടി? ഫൈൻഡ് എക്സ് കിട്ടി, എക്സ് ഈക്വൽ ടു 3. ഇതേപോലെ നിങ്ങൾക്ക് എന്തിന്റെ വാല്യൂ കാണാൻ പറ്റും? വൈഡ് വാല്യൂ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി അപ്പൊ അടുത്ത ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇവിടെ y മൈനസ് 3 ഈക്വൽ ടു y മൈനസ് 1/3 ഈക്വൽ ടു 8/3. ഓക്കെ, നമുക്ക് y മാത്രം മതി. ഈ മൈനസ് 1/3 ഫുൾ ടേമിന് അപ്പുറം കൊടുക്കുക. -1 അപ്പുറത്തേക്കും +1 ഉണ്ടാവില്ല, അതേപോലെ ഇവിടെ കേട്ടാ. y ഈക്വൽ ടു 8/3 മൈനസ് പ്ലസ് 1/3 ഈക്വൽ ടു y ഈക്വൽ ടു ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം. ഈ +1 എന്താണ്? 9 ആണ്. അപ്പൊ 9/3 9/3 വാല്യൂ എത്രയാണ് വരിക? 3. അപ്പൊ എക്സിന്റെ ആൻസറും 3 ആണ്, അതേപോലെ തന്നെ വൈന്റെ ആൻസറും 3 ആണ്. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇനി ഇവിടെ നോക്കിട്ടാ, എക്സിനോട് 3 ഇട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? 5/2 കിട്ടുക. ഓക്കെ, 3/2 + 1 നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ വേണമെങ്കിൽ 3/2 + 1 നിങ്ങൾക്ക് എന്ത് കിട്ടും? 5/2 കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 3 - 1/3 നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 8/3 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. നമുക്ക് എന്തിന്റെ വാല്യൂ ആണ്? ഫൈൻഡ് എക്സ് ആൻഡ് വൈ ആണ് എന്ത് കണ്ടുപിടിച്ച്? എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, രണ്ട് ഓർഡേഡ് ബേസ് ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. അവിടുന്ന് ഇക്വേഷൻസ് ഉണ്ടാക്കുക എക്സിന്റെ വൈയുടെ വാല്യൂ ആണ്. ഇതാണ് ഇവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ്, കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചെയ്യാൻ പോകുന്നത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇവിടെ നല്ല മാർക്ക് സ്കോർ എന്നുള്ള ഐഡിയ വെച്ചാണ്. എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്തോടി ഓർഡേഡ് പേരിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർഡേഡ് പേരിന് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞ പരിപാടിയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, എ ക്രോസ് ബി പല രൂപത്തിൽ പറയാറുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു സെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ റിലേഷൻ ഫംഗ്ഷൻസ് പഠിക്കണം, എന്ത് പഠിക്കണം? സെറ്റ് ചാപ്റ്റർ പഠിക്കണം. ഇവിടെ നമുക്ക് സെറ്റ് വന്നിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് -1 1. നമുക്ക് എന്ത് കാണണം? എ ക്രോസ് എ ക്രോസ് എ കാണണം. എ ക്രോസ് എ അല്ല, എ ക്രോസ് എ. അപ്പൊ ആദ്യം എന്താണ്? എ ക്രോസ് എ കാണാം, എന്നിട്ട് എ ക്രോസ് എ കാണാം. ഇവിടെ കേട്ടാ, എ ക്രോസ് എ കാണാനൊക്കെ നിങ്ങൾ എല്ലാവരും പഠിച്ചെടുത്താണ്. ഇവിടെ നോക്കാം, എ ക്രോസ് എ ഏറ്റവും ആദ്യം കാണാം. വെച്ചാല് സെറ്റ് -1 1 ക്രോസ് സെറ്റ് -1 1. രണ്ട് സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ പോസിബിൾ ഓർഡേഡ് ബേസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എഴുതാ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഓർഡേഡ് ബേസ്. ഇപ്പൊ എന്ത് ചെയ്യാ? -1 വെച്ച് ഓർഡേഡ് പേർ ഉണ്ടാക്കുക. അപ്പൊ ഓർഡേഡ് പേർ -1, -1 കണ്ടില്ല. ഓർഡേഡ് പേർ -1, -1. ഞാൻ എന്ത് ചെയ്ത്? -1 വെച്ച് ഓർഡേഡ് ബേസ് ഉണ്ടാക്കി, പോസിബിൾ ഓർഡേഡ്സ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? 1 വെച്ചും പോസിബിൾ ഓർഡേഡ് ബേസ്. അപ്പൊ കോമ ഓർഡേഡ് പേർ 1, -1 കണ്ടില്ല. ഓർഡേഡ് പേർ 1, 1. നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ? ഇപ്പൊ എ ക്രോസ് എ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്ത് വേണം? എ ക്രോസ് എ വേണം. അത് ക്രോസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാ? ഈ ഒരു സെറ്റിനാ പിന്നെയും എന്ത് ചെയ്യാ? ക്രോസ് ചെയ്യാം. ഈ സെറ്റ് വെച്ച് പിന്നെ ഇവിടെ വെച്ചിട്ട് -1 സെറ്റ് -1 1. ഇനി ഇതിന്റെ പോസിബിൾ ഓർഡേഡ് ബേസ് അല്ലെങ്കിൽ ത്രിപ്ലറ്റ് ഓർഡേഡ് ബേസ് ആണ് കിട്ടുക. ചില 3 എലമെന്റ് ഉള്ള ബേസ്. അപ്പൊ നോക്കിക്കോ, ഈക്വൽ ടു സെറ്റ്. ഇത് ചെയ്യാനുള്ള ഐഡിയ നിങ്ങൾക്ക് പറയാം. ആദ്യം എന്ത് ചെയ്യുക? -1 വെച്ച് എല്ലാവരെയും പേര് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 1 വെച്ച് പേര് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, സെറ്റ് ഓർഡേഡ് പേർ, ത്രിപ്ലറ്റ് ഓർഡേഡ് പേർ -1, -1, -1. എല്ലാവർക്കും -1 കൊടുക്കുക. അടുത്തത് -1 1 -1. അടുത്തത് 1 -1 -1. അടുത്തത് 1 1 -1. ഇവിടുത്തെ എല്ലാ ഓർഡേഡ് ബേസിനെയും -1 വെച്ച് പേര് ചെയ്ത്. ഇതേപോലെ എന്ത് ചെയ്യണം? എല്ലാ ഇവിടുത്തെ ഓർഡേഡ് ബേസിനെയും 1 വെച്ച് പേര് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആരെ കിട്ടും? പറഞ്ഞിരിക്കും -1 -1 1. അടുത്ത് -1 1 1. ലാസ്റ്റ് എലമെന്റ് 1 ആയിരിക്കും കേട്ടോ. 1 -1 1. ഏറ്റവും ലാസ്റ്റ് എലമെന്റ് എന്ത് വരും? 1 1 1. ഇതാണ് എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ എനിക്ക് എ ക്രോസ് എ ആദ്യം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനും എന്ത് ചെയ്യുക? ഒരു ക്രോസ് എ കൂടി വെച്ച്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ക്രോസ് എ കിട്ടും. ഇതാണ് ഇവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ക്രോസ്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാല് ക്രോസ് പ്രൊഡക്റ്റ് ആണ് പഠിച്ചു. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റിന്റെ പിന്നെ ഒരു ക്രോസ്. അപ്പൊ നിങ്ങൾക്ക് ത്രിപ്ലറ്റ് ഓർഡേഡ് ബേസ് ആണ് പഠിച്ചുവിടും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് 2 സെറ്റ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓർഡേഡ് പേരുടെ ക്വസ്റ്റ്യൻ ചെയ്ത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചെയ്ത്. ഇനി അടുത്തൊന്നും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഉണ്ട്. 2 സെറ്റ് ഉണ്ട്. G ഈക്വൽ ടു സെറ്റ് 7, H ഈക്വൽ ടു സെറ്റ് 5, 4. നമുക്ക് എന്ത് കാണണം? G ക്രോസ് Hഉം H ക്രോസ് Gയും കാണണം. ഓക്കെ, ഏറ്റവും ആദ്യം കാണാൻ പോകുന്നത് G ക്രോസ് H ആണ് കേട്ടോ. G ക്രോസ് H. അപ്പൊ എന്ത് ചെയ്യാ? ആ ജീനെയും H എഴുതി വെക്കുക. അപ്പൊ G എന്ന് പറഞ്ഞ സെറ്റ് 7 ആണ്. ക്രോസ് H എന്ന് പറഞ്ഞ സെറ്റ് 5, 4 ആണ്. ക്രോസ് ആണ്, ബുദ്ധിമുട്ടില്ല. ഓൾ പോസിബിൾ ഓർഡേഡ് ബേസ്.
ഓക്കെ ക്രോസ് ചെയ്യുമ്പോ അപ്പൊ നോക്കിക്കോ സെറ്റ് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഓർഡേർഡ് ബേസ് ആണ് സെറ്റ് സെറ്റ് ആദ്യം 7 വെച്ച് 7 വെച്ച് മാത്രമേ പെയർ ചെയ്യാനുള്ളൂ വേറെ കിട്ടും ഓർഡേർഡ് പേർ 7,5 അടുത്തത് ഓർഡേർഡ് പേർ 7,4 ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതോട് കഴിഞ്ഞു എന്ത് കിട്ടിക്കാൻ നമുക്ക് ജി ക്രോസ് എച്ച് കിട്ടി ഇനി അടുത്ത എച്ച് ക്രോസ് ജി കാണും അപ്പൊ ആദ്യം ആര് ചെയ്യണം ജി എഴുതാൻ പാടുണ്ട് ആദ്യം വെച്ചാണ് അപ്പൊ ആദ്യം വെച്ച് ചെയ്താൽ തെറ്റിക്കരുത് അപ്പൊ സെറ്റ് 5,4 ക്രോസ് ജി നമ്മളിലുണ്ട് സെറ്റ് 7 ഇനി ഇവിടുത്തെ ഓൾ പോസിബിൾ ഓർഡേർഡ് പേഴ്സ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം 5 വെച്ച് പേർ ചെയ്യാം അപ്പൊ ഓർഡേർഡ് പേർ 5,7 ഇനി അരച്ചു വരിക 4 വെച്ചിട്ട് ഓർഡേർഡ് പേർ 4,7 ഓക്കെ ഇനി ഇത് രണ്ട് നോക്കി ജി ക്രോസ് എച്ചും അതേപോലെ തന്നെ എച്ച് ക്രോസ് ജിയും ഈക്വൽ ആണോ അല്ലേ ഈക്വൽ ആണോ അല്ലേ ഈക്വൽ അല്ല ഇവിടെ നോക്കിക്കോ ഇവിടെ 7,5 ആണ് ഇവിടെ 5,7 ഇത് രണ്ടും ഈക്വൽ അല്ല ഈക്വൽ ആവണമെങ്കിൽ 7ഉം 7 ഇവിടെ ഫസ്റ്റ് എലമെന്റ് 7 ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറയാ ജി ക്രോസ് എച്ച് നോട്ട് ഈക്വൽ ടു എച്ച് ക്രോസ് ജി ഇവിടെ നിങ്ങൾക്ക് ജി ക്രോസ് എച്ച് കാണാൻ പറയും അതുകൊണ്ട് എച്ച് ക്രോസ് ജി കാണാൻ പറയുന്നത് രണ്ടും ഈക്വൽ ആണല്ലോ നോക്കാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താ ജി ക്രോസ് എച്ച് നോട്ട് ഈക്വൽ ടു എച്ച് ക്രോസ് ജി ഓക്കെ അപ്പൊ ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ടാമത് ഇത് കേട്ടോ ഓക്കെ ആദ്യം എ ക്രോസ് എ കാണും എന്നിട്ട് എ ക്രോസ് എ ക്രോസ് എ കാണും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എപ്പോഴും ചോദിക്കാറുള്ളത് അതിൽ വേണം നിങ്ങൾ എന്ത് ചെയ്തോ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ എ ഈക്വൽ ടു സെറ്റ് -1 -1 ചെയ്തില്ലേ 0 1 ഇതിന്റെ എ ക്രോസ് എ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഓക്കെ എ ക്രോസ് എ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയാലും ഇവിടുത്തെ ക്വസ്റ്റ്യൻ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കിട്ടി ഇനി ഓക്കെ ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് എന്തുണ്ട് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഓക്കെ അതിൽ ഏറ്റവും ആദ്യം x2 പോലെ കിടക്കണം നോക്കിക്കോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറും എക്സ് സ്ക്വയർ ആണ് കേട്ടോ ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x+1 രണ്ടും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ എന്താ കാണാൻ പറഞ്ഞെനിക്ക് ഏറ്റവും ആദ്യം കണ്ടത് എഫ് പ്ലസ് ജി കാണും ഓക്കെ രണ്ട് ഫംഗ്ഷൻസ് എന്നിട്ട് ആഡ് ചെയ്യാൻ പറ സുഖോട് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഇൻഡോഗിച്ച് പറ സുഖോട് ഇവിടെ കേട്ടോ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ് അത് രണ്ടും ആഡ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പൊ എന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് 2x+1 ഇതാണ് ഇവിടുത്തെ ഉത്തരം വല്ല ബുദ്ധിമുട്ടുണ്ടോ രണ്ട് ഫംഗ്ഷൻസിനുണ്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാല് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇതേപോലെ തന്നെ അടുത്തതും അവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞാല് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് അപ്പൊ എന്ത് വരും എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് അപ്പൊ അതേപോലെ എഴുതി വെക്കുക ഇവിടെ പ്ലസ് അല്ല ഇൻറ്റു ഇട്ട് കൊടുക്കാം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 2x+1 വേണമെങ്കിൽ മാത്രം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത്ര മാത്രം ഇട്ട് കൊടുത്താൽ നമുക്ക് ഫുൾ ആൻസർ കിട്ടും ഇട്ട് കൊടുക്കുന്ന 20 മാത്രം ഇനി അടുത്താണ് എഫ് മൈനസ് ജി ഓഫ് എക്സ് ഇട്ടാ പ്ലസ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് എടുത്താൽ മതി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് അപ്പൊ നിങ്ങക്ക് എക്സ് സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് എന്നാണ് 2x+1 സിമ്പിൾ രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞാല് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇന്ത്യ പറഞ്ഞാല് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇനി മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇതാണ് ഇവിടുന്ന് വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഇൻറ്റോഗേറ്റ് ചെയ്യാൻ പറയാം അപ്പൊ എനിക്ക് രണ്ട് നമ്പേഴ്സ് ആണ് 1 and 2 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ 1+2 മൈനസ് ചെയ്യാൻ 1 - 2 അതേപോലെ തന്നെ ഫംഗ്ഷൻസ് ഒരു ബുദ്ധിമുട്ടില്ല ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് ഓക്കെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ ഇവിടുന്നാണ് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെക്ഷൻ വരുന്നത് ഓക്കെ ഇവിടെ ഒരു ഗ്രാഫ് നമ്മൾ ഫോം ചെയ്യണം വരക്കണം അതിനുശേഷം അവിടുത്തെ ഡൊമൈനും റേഞ്ചും കാണും ഓക്കെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ പഠിക്കാൻ നിങ്ങൾ പഠിച്ചൊരു കാര്യങ്ങളാണ് ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് ആണ് എന്ത് ഡൊമൈൻ റേഞ്ച് എന്തായിരിക്കും സെറ്റ് ഓഫ് ഓൾ വൈ വാല്യൂസ് അപ്പൊ ആദ്യം എന്ത് ചെയ്യുക ഈ ഫംഗ്ഷൻ വരക്കാം കേട്ടോ ഡ്രോ ദ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് x+1 ചിലപ്പോൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും മോഡുലസ് എക്സിന്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ടാവും ഇവിടെ പറയുന്നത് മോഡുലസ് x+1 പുറത്ത് ഇതിന് ഗ്രാഫ് വരണം അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ഗ്രാഫ് വരക്കാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഒരു ചെറിയൊരു ബോക്സ് വരക്കണം എക്സിന്റെ വേണം ഗ്രാഫ് വരക്കാൻ ആരൊക്കെ വേണം എക്സും വൈ വേണം അപ്പൊ കുറച്ച് കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചോണ്ട് എന്ത് ചെയ്യാൻ ഗ്രാഫ് വരക്കും അപ്പൊ എന്ത് ചെയ്യാ ചെറിയൊരു ബോക്സ് വരക്കുക ഓക്കെ ചെറിയൊരു ബോക്സ് വരക്കുക അതിനൊന്ന് മുറിക്കാന്നിട്ട് അതിന് ആദ്യം എക്സ് കോർഡിനേറ്റിന് പേര് പിന്നെ വൈ കോർഡിനേറ്റ് പിന്നെ കുറച്ച് പോയിന്റ് എക്സിന് അധികം കുറച്ച് പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ 0 1 2 3 -1 -2 -3 ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് x+1 അതിനർത്ഥം ഇവിടെ y ഈക്വൽ ആണ് എക്സിന് വാല്യൂ എടുക്കുമ്പോൾ വൈ വാല്യൂ y ഈക്വൽ ആണ് മോഡുലസ് x+1 എന്ന് പറയുന്നത്
ഓക്കെ, നമ്മൾ നോക്കട്ട എക്സിനാണ് 0 കൊടുക്കണം. എക്സ് y ഈക്വൽ എന്നോ y ഈക്വൽ ടു മോഡുലസ് 0 പ്ലസ് 1. മോഡുലസിന് അർത്ഥം എന്താണ്? അതിനുള്ളിൽ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും പോസിറ്റീവ് ആയിരിക്കും. 0 സൈൻ ഇല്ലാത്തതുകൊണ്ട് 0 പ്ലസ് 1 നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 1 എന്ന് ആൻസർ കിട്ടും. അപ്പൊ എക്സിന് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1. ഇനി എക്സിന് 1 ആണെങ്കിൽ നോക്കി നോക്കി y ഈക്വൽ ടു മോഡുലസ് 1 പ്ലസ് 1. അപ്പൊ ഈക്വൽ ടു മോഡുലസ് 1 പുറത്തെടുക്കും 1 പ്ലസ് 1 ആൻസർ എന്ത് കിട്ടും? 2 കിട്ടും. 2. അടുത്ത് ഇത് ഒറ്റയ്ക്ക് ചെയ്തോ, കടക അധികം കുറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് മോഡുലസ് എക്സ് പ്ലസ് 1 ഇട്ട് കൊടുക്കുമ്പോൾ മോഡുലസ് 2 പ്ലസ് 1 നിങ്ങൾക്ക് 3, മോഡുലസ് 3 പ്ലസ് 1 നിങ്ങൾക്ക് ഇവിടെ 4. ഇനി നെഗറ്റീവിന് നോക്കാം, നെഗറ്റീവിന് ഇട്ട് കൊടുക്കണം. മോഡുലസ് -1 പ്ലസ് 1, എക്സിന്റെ വാല്യൂ -1. അപ്പൊ മോഡുലസ് -1 പുറത്ത് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പൊ 1 പ്ലസ് 1 ആൻസർ ഇവിടെ കിട്ടും 2 തന്നെ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആൻസർ കിട്ടും. y എന്തായാലും പോസിറ്റീവ് ആവുള്ളൂ, കാരണം മോഡുലസ് ഉണ്ട്. അപ്പൊ എക്സ് നെഗറ്റീവ് ആയാലും y എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും മോഡുലസിൽ. അപ്പൊ അടുത്തത് -2 ആവും, പ്ലസ് 1 നിങ്ങൾക്ക് 3, -3 3 ആവും, പ്ലസ് 1 നിങ്ങൾക്ക് 4. ഇതാണ് എക്സ് വൈന്റെ പേസ് എന്ന് വെച്ചാൽ അവിടുത്തെ പോയിന്റുകൾ. അപ്പൊ എക്സ് 0 ആണെങ്കിൽ y 1. അപ്പൊ 0,1 ഇവിടുത്തെ ഒരു കോർഡിനേറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇതിൽ ഓരോ കോർഡിനേറ്റും വെച്ച് നമുക്ക് ഗ്രാഫ് മാർക്ക് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു ഗ്രാഫ് വരക്കുന്നുണ്ട്. മോഡുലസ് എക്സ് പ്ലസ് 1 നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് എക്സ് ആക്സ്, അതേപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് y ആക്സ്. അതില് റൈറ്റ് സൈഡിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ്, അപ്വേർഡ്സ് പോസിറ്റീവ്, ഡൗൺവേർഡ്സ് നെഗറ്റീവ്. ഓക്കെ, മാർക്ക് ചെയ്യാൻ പോയിന്റുകൾ 0 1 2 3 4 5 6 7 എക്സെട്ര. മുകളിലോട്ട് 1 2 3 4 5 6 എക്സെട്ര. ഇനി നെഗറ്റീവ് സൈഡ് -1 -2 -3 -4 -5 -6 എക്സെട്ര. ഇനി ഇവിടെ അടിയത്തെ സൈഡ് വരക്കിടില്ല, കാരണം അതിന്റെ ആവശ്യമില്ല, വൈക്ക് നെഗറ്റീവ് വാല്യൂസ് വരുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓരോ പേസ് വെച്ചാൽ ഓരോ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. ഏറ്റവും ആദ്യം ഓടയുടെ പേര് 0,1 ചില എക്സ് 0 y 1. അപ്പൊ ഇവിടെയാണ് എന്ത് വരിക, ഓടയുടെ പേര് 0,1. ഇതാണ് ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് കേട്ടോ, ഇവിടെ ഈ ഒരു പോയിന്റ് ഓടയുടെ പേര് 1,2. അപ്പൊ x1 y2, x1 y2 ഇവിടെ വരും. അടുത്ത് 2,3 x2 y3. അടുത്ത് 3,4 x3 y4. കിട്ടിയല്ലോ. അടുത്ത പോയിന്റ് ഈ നെഗറ്റീവ് വരുമ്പോ ഓക്കെ -1 2 x -1 വൈയുടെ വാല്യൂ 2. ഓക്കെ, x -2 വൈയുടെ വാല്യൂ 3, x -2 വൈയുടെ വാല്യൂ 3, x -3 വൈയുടെ വാല്യൂ 4. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കിട്ടി. ഇനി പോയിന്റ് യോജിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്തിന്റെ ഗ്രാഫായി മോഡുലസ് എക്സ് പ്ലസ് 1 ഗ്രാഫായി എന്ത് ചെയ്യാം, ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഒരുമിപ്പിക്കാം. അപ്പൊ നിങ്ങൾ സ്കെയിൽ വെച്ച് വരാൻ കറക്റ്റ് എന്ത് കിട്ടും, കറക്റ്റ് ആയിട്ടൊരു സാധനം കിട്ടും. ഇതാണ് f of x ഈക്വൽ ടു മോഡുലസ് എക്സ് പ്ലസ് 1 ഗ്രാഫ്. ഗ്രാഫ് കിട്ടി. ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞ് നിർത്താൻ പാടില്ല. നേരത്തെ പീരീഡ് എന്താണ്, ഡൊമൈൻ കാണണം, റേഞ്ച് കാണണം. സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് ആണ് ഡൊമൈൻ. ഇവിടെ എക്സ് നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവ് വാല്യൂസ് കൊടുക്കാം, നെഗറ്റീവ് വാല്യൂസ് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്, ക്യാപിറ്റൽ ആണെന്ന് കൊടുക്കുക. ഇനി റേഞ്ച് അങ്ങനെയല്ല, സെറ്റ് ഓഫ് ഓൾ y വാല്യൂസിൽ എന്ത് വരില്ല, നെഗറ്റീവ് വാല്യൂസും 0 ഒന്നും വരുന്നില്ല. എവിടെ മുതലുള്ള വാല്യൂ വരുന്നുള്ളൂ, ഗ്രാഫ് നോക്കി 1 മുതലുള്ള വാല്യൂ ആണ് വരുന്നത്. 1 മുതൽ ബാക്കിയുള്ള പോസിറ്റീവ്. അപ്പൊ എന്ത് ചെയ്യണം, റേഞ്ച് ഈക്വൽ ടു 1 എടുക്കുന്നുണ്ട്, ക്ലോസ് ഇന്റർവെൽ 1, പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇതാണ് റേഞ്ച്. അപ്പൊ എന്ത് ചെയ്യണം, ഡൊമൈനും റേഞ്ച് കറക്റ്റ് പഠിക്കണം. ഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് ആണ്, എക്സ് നമുക്ക് എല്ലാ വാല്യൂസും കൊടുക്കുക. ഇനി റേഞ്ച് സെറ്റ് ഓഫ് y വാല്യൂസ് ആണ്, y വാല്യൂസ് അവിടെ മുതൽ 1 മുതൽ ബാക്കി വരുന്നല്ല പോസിറ്റീവ് നമ്പർ. അപ്പൊ ക്ലോസ് ഇന്റർവെൽ 1, പോസിറ്റീവ് ഇൻഫിനിറ്റി. 1 എടുക്കണം, 1 വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ 0 എടുക്കേണ്ട ആവശ്യമില്ല. മോഡുലസ് എക്സിന്റെ എങ്ങനെയായിരുന്നു റേഞ്ച് വന്നിരുന്നത്, ഓക്കെ ക്ലോസ് ഇന്റർവെൽ 0, ഇൻഫിനിറ്റി. ഇവിടെ +1 വന്നതുകൊണ്ടാണ് ക്ലോസ് ഇന്റർവെൽ 1, പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇനി ഇതേപോലെ തന്നെ ഈ മോഡുലസിന് അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അടുത്തൊരു ഗ്രാഫാണ് സിഗ്നം ഫംഗ്ഷൻ. ഇവിടെ എന്ത് ചെയ്യണം, ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ. എന്താണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയണം. അതേപോലെ തന്നെ റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഓൾസോ ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്. ഗ്രാഫ് വരക, ഡൊമൈൻ കാണാം, റേഞ്ച് കാണാം. ഓക്കെ, നേരത്തെ നമുക്ക് ഫംഗ്ഷൻ വരുന്നത്, ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പൊ സിഗ്നം ഫംഗ്ഷൻ ആണ് പഠിക്കും. ഇവിടെ നോക്കിയോ, f of x ഈക്വൽ ടു, നിങ്ങൾ എല്ലാവരും പഠിച്ച സിഗ്നം ഫംഗ്ഷൻ എന്തായിരുന്നു, സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, സിഗ്നം ഫംഗ്ഷൻ എന്തായിരുന്നു, x ഈക്വൽ ടു 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0, എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0. അപ്പൊ നിങ്ങൾക്ക് ഏതാ, x ഈക്വൽ ടു 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0. ഇനി എക്സിന്റെ വാല്യൂ 0-നെക്കാളും വലുതാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1. അതാണ് സിഗ്നം ഫംഗ്ഷൻ. ഇനി അടുത്ത് എന്തായിരുന്നു, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ -1. എഫ് ഓഫ് എക്സിന് എന്ത് കൊടുക്കാണ്, എഫ് ഓഫ് എക്സിന്
എക്സ് ഞാൻ 2 കൊടുക്കണം. എഫ് ഓഫ് 2 വാല്യൂ എന്തായിരിക്കുള്ളൂ? എക്സിന് 2 ഒന്നിനെക്കാട്ടിലും വലുതാണോ? ഒന്നിന്റെ 0 വലുതാണ്. 0 വലുതാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? വൈയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സിഗ്നൽ ഫംഗ്ഷൻ. വെച്ചാല് എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ 0 വലുതാണെങ്കിൽ വൈയുടെ വാല്യൂ 1. എക്സിന്റെ വാല്യൂ 0 ചെറുതാണെങ്കിൽ വൈയുടെ വാല്യൂ -1. ഓക്കെ, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ അടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഡിഫൈൻ സിഗ്നൽ ഫംഗ്ഷൻ. നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഗ്രാഫ് വരക്കണം. ഗ്രാഫ് വരക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ എക്സിന്റെയും വൈന്റെയും കുറച്ചധികം പോയിന്റുകൾ വേണം. ഓക്കെ, അല്ലെങ്കിൽ സിഗ്നൽ ഫംഗ്ഷൻ ഗ്രാഫ് മാത്രം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി? പഠിക്കാൻ പണ്ടേ മുതൽ +1 പഠിച്ച റെഗുലർ ക്ലാസ്സിൽ മാസം പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഗ്രാഫിൽ കുറച്ച് പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരാൻ നോക്കാം കേട്ടോ. ഇവിടെ നോക്കാം, പോയിന്റ്സ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവിടെ നോക്കാം. ഇപ്പൊ എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ എന്തായിരിക്കും? എക്സ് ഈക്വൽ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1. എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1. ചില എക്സിന് 0 ഏത് വാല്യൂ വന്നാലും വൈയുടെ വാല്യൂ 1. ഇനി നെഗറ്റീവ് സൈസ് ആണ്. എക്സ് <0 ആണെങ്കിൽ വൈയുടെ വാല്യൂ -2. ഇപ്പൊ -2 ആണെങ്കിൽ -1. ഏത് വാല്യൂ വന്നാലും 0ന് മുകളിൽ ഏത് വാല്യൂ വന്നാലും വൈയുടെ വാല്യൂ 1. ഇനി എക്സിന്റെ വാല്യൂ ചെറുത് വന്നാൽ വൈയുടെ വാല്യൂ -1. ഇനി ഇതിന്റെ ഗ്രാഫ് നോക്കിക്കോട്ടെ. സിഗ്നൽ ഫംഗ്ഷൻ ഗ്രാഫ്. എക്സ് ആക്സ് വരക, വൈ ആക്സ് വരക. ഓക്കെ, വരപ്പ്. ഓക്കെ, എക്സ് ആക്സ് വരച്ച് വൈ ആക്സ് വരച്ച് ഇതിൽ ഈ പോയിന്റ് എന്താണ്? 0 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 1 2 3 4 5 6. ഇനി ലെഫ്റ്റിലോട്ട് -1 -2 -3 -4 -5 എക്സെട്ര. ഇനി വൈ വാല്യൂസിലും 1 2 3. ഇനി -1 -2 -3. ഇനി ഗ്രാഫ് വരക്കണോ ചോദിക്കോ? ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ എക്സിന് 0 ആകുമ്പോ വൈയുടെ വാല്യൂ 0. അപ്പൊ ഈ ഒരു പോയിന്റ് ഇത് ഡാർക്കൺ ചെയ്യാം. ഇനി അടുത്ത കാര്യം ഇവിടെ പറഞ്ഞത് എക്സിന്റെ വാല്യൂ 0 വലുതാണ്. 0 തൊട്ടിപ്പുറം വരുമ്പോഴും വൈയുടെ വാല്യൂ എന്താണ് വരിക? 1 ആണ് വരിക. 0 വെച്ചാൽ 0 വലുതാണോ വൈയുടെ വാല്യൂ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം? ഗ്രാഫ് വരക്കാൻ ഇവിടെ ജസ്റ്റ് റൗണ്ട് ഇടാം. എന്നിട്ട് ബാക്കിയുള്ള പൊസിഷൻസ് ഫുള്ള് ഷെയ്ഡ് ചെയ്യാൻ കിട്ടും. കാരണം ഇവിടെയുള്ള പോയിന്റ് വന്നാലും വൈയുടെ വാല്യൂ 1, 1 വന്നാലും വൈയുടെ വാല്യൂ 1, അല്ല എക്സ് വൈയുടെ വാല്യൂ 1. ഇപ്പൊ 2 വന്നാലും വൈയുടെ വാല്യൂ 1, 3 വന്നാലും വൈയുടെ വാല്യൂ 1. ഇനി നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യണം? -1 അവിടെ റൗണ്ട് ഇടാ, ജസ്റ്റ് റൗണ്ട് ഇടാ. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതിലോട്ട് ഷെയ്ഡ് വരക്കാം. കാരണം എക്സിന് വാല്യൂ -1 വന്നാലും വൈയുടെ വാല്യൂ -1, -2 വന്നാലും -1 വൈയുടെ വാല്യൂ, -3 വന്നാലും വൈയുടെ വാല്യൂ എന്തുവാണ്? -1. ഇതാണ് സിഗ്നൽ ഫംഗ്ഷൻ ഗ്രാഫ്. അപ്പൊ നിങ്ങൾ റൗണ്ട് ചെയ്യേണ്ടത് ഇവിടെ 3 റൗണ്ട് വരക്കണം, ഇവിടെ മാത്രം ഡാർക്കൺ ചെയ്യാം. കാരണം എക്സിന് വാല്യൂ 0 ആണെങ്കിൽ 1ഉം -1 വരില്ല, അവിടെ എന്തെങ്കിലും വരുള്ളൂ, 0 തന്നെ വാല്യൂ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ റൗണ്ട് വരക്കുക. ജസ്റ്റ് ഈ റൗണ്ടിൽ എന്ത് ചെയ്യണം? ഡാർക്കൺ ചെയ്യണം കേട്ടോ. ഇതാണ് സിഗ്നൽ ഫംഗ്ഷൻ ഗ്രാഫ്. ഓക്കെ, അപ്പൊ സിഗ്നൽ ഫംഗ്ഷൻ എന്താണ്? ഡിഫൈൻ ചെയ്ത് ഗ്രാഫ് വരച്ച്. ഇനി നിർത്താൻ പാടില്ല. ഇവിടെ നമുക്ക് എന്ത് കാണണം? ഡൊമൈനും റേഞ്ചും കാണും. ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ്. നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് ഏത് വാല്യൂസ് കൊടുക്കാം. അപ്പൊ ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ക്യാപിറ്റൽ ആർ. ഇനി നമുക്ക് ഇവിടെ എന്ത് കാണണം? പറഞ്ഞ എനിക്ക് റേഞ്ച് കാണണം. സെറ്റ് ഓഫ് ഓൾ വൈ വാല്യൂസ് ആണ് റേഞ്ച്. വൈയിൽ ഏതൊക്കെ വാല്യൂസ് മാത്രം വരുന്നുള്ളൂ? 0ഉം 1ഉം -1. നമുക്ക് ഇതാ സെറ്റ് -1, 0, 1. ഇതാണ് ഇവിടുത്തെ റേഞ്ച്. അപ്പൊ ഡൊമൈൻ കിട്ടി, റേഞ്ച് കിട്ടി, നമ്മുടെ സിഗ്നൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അതിന്റെ ഗ്രാഫ് വരച്ച്. ഇങ്ങനെ ഇത്രയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്ര ഉള്ളൂ ഫുൾ മാർക്ക്. 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 മാർക്ക് കിട്ടുള്ളൂ. ഡിഫൈൻ ചെയ്യണം, ഗ്രാഫ് വരക്കണം, അതേപോലെ തന്നെ ഡൊമൈനും റേഞ്ചും എഴുതിക്കണം. ഓക്കെ, ഡൊമൈനും റേഞ്ചും എഴുതാൻ ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ടത് തൊട്ടും പറഞ്ഞ മോഡുലസിന്റെയും അതേപോലെ തന്നെ ഈ സിഗ്നൽ ഫംഗ്ഷന്റെയാണ്. ഓക്കെ, ഇത് രണ്ടും പഠിച്ചാൽ ബാക്കിയുള്ള ഐഡന്റിറ്റി ഫംഗ്ഷനും കോൺസെർവ്സിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലാസ് ചെയ്ത് ഐഡിയ വെച്ചിട്ട് ഇത് രണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തീർന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ റിലേഷൻ ഫംഗ്ഷൻസിലെ ക്വസ്റ്റ്യനും സെറ്റിലെ ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണാം. പിന്നെ ഈ ഒരു സാധനം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചില്ല. ഈ സാധനം എന്തായിരുന്നു? ഈ ഒരു സാധനം ഇന്റർസെക്ഷൻ ആണ്. യൂണിയൻ റാബോളിക്കൽ സാധനം എന്താണ്? ഇന്റർസെക്ഷൻ. ചില രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എഴുതി വെക്കാം. ഇനി ഇവിടെ നോക്കാം, ഇവിടെ എ സെറ്റ് ഉണ്ട്, ബി സെറ്റ് ഉണ്ട്. നമുക്ക് എന്ത് കാണണം? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ കാണും. അപ്പൊ ആദ്യം എന്ത് കാണാം? എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ആണ് നിങ്ങളെ പഠിപ്പിച്ചതല്ല, തെറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടി ആ രണ്ട് സെറ്റ് ഒന്നിരിക്കും. സെറ്റ് എ നമ്മുടെ കയ്യിലുണ്ട് 1 2 3 ക്രോസ്. സെറ്റ് ബി നമ്മുടെ കയ്യിലുണ്ട് 2,4. ഇതിന്റെ രണ്ടിനും ക്രോസ് ആണ്. ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഓർഡേർഡ് വൈസ്. അപ്പൊ 1,2 1 വെച്ച് പേറിയ 1,4. ഇതേപോലെ 1 വെച്ച് പേര് 2 വെച്ച് പേറിയ 2,2. അടുത്തത് 2,4.
അടുത്ത 3 കൂടി 3 വെച്ച് വേറെ അപ്പൊ നിങ്ങൾക്ക് 3,2 ഏറ്റവും ലാസ്റ്റ് എലമെന്റ് 3,4. ശരിയാണ്. നോക്കാൻ ഈ എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പൊ 2 3 രണ്ടാളും 3 × 2 6 എലമെന്റ്സ് വേണം കാർട്ടീഷ്യൻ മോഡൽ. അപ്പൊ 1 2 3 4 5 6 ഒക്കെ നിങ്ങൾ ശരിയാണ്. ഇതേപോലെ നിങ്ങൾ എന്ത് കാണാം? ബി ക്രോസ് എ കാണാം. ഓക്കെ, അത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം ബി എഴുതി വെക്കുക. 2,4 ക്രോസ് പിന്നെ എഴുതാ 1,2,3. ഇവിടെ പേര് ചെയ്യേണ്ടതുണ്ടല്ലോ. ഓക്കെ, 1 വെച്ച് ഇങ്ങനെയുള്ള പേര് ചെയ്യല്. ആദ്യം പറഞ്ഞ അവന് വെച്ചാണ് പേരാണ്. അപ്പൊ 2 വെച്ച് പേര് ചെയ്യാം. അപ്പൊ 2,1 2,2 2,3 2 വെച്ച് പേര് ചെയ്തു. 2,1 2,2 2,3 ഇനി എന്ത് ചെയ്യണം? 4 വെച്ച് പേര് ചെയ്യാം. അപ്പൊ അങ്ങനെ വരും 4,1 4,2 അടുത്ത് 4,3. ഇനി ഈ രണ്ട് സെറ്റ് നോക്കി, എ ക്രോസ് ബി ടി ബി ക്രോസ് എ ടി. ഇതില് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ ആണ് നോക്കേണ്ടത്. ഇതില് രണ്ടിലും ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? 1,2 2,1 ഈക്വൽ. അപ്പൊ ഇത് രണ്ടും കോമൺ അല്ല. 1,4 പിന്നെ 4,1 ഈക്വൽ അല്ല. അപ്പൊ എന്തില്ല? ഒരാളുടെ കോമൺ. ആരെനിക്ക് പറഞ്ഞേ? ആരെന്ന് പറഞ്ഞ ഒരാളെനിക്ക് കോമൺ ആയിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ട്. ആരൊക്കെയാണ്? 2,2 അതേപോലെ തന്നെ ഈ 2,2 എന്താണ്? സെയിം ആണ് അല്ലെ? ഈ രണ്ടു പേരുടെ പേര് നമുക്ക് എന്താന്ന് പറയാം? സെയിം ആണ്. വേറെ ആരില്ലല്ല, വേറെ ആരും കൂടെ കാണാൻ പറ്റില്ല സെയിം ആയിട്ട്. ഓക്കെ, അപ്പൊ ഓഡയുടെ പേര് സെയിം ആണെങ്കിൽ സെറ്റുകളുടെ എലമെന്റ്സ് സെയിം ആവണമെങ്കിൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റ്സും ആണ്. ഇവിടെ 2,2 2,2 എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാ ഒരാളുണ്ട് ഇന്റർസെക്ഷനിൽ സെറ്റ് ഓഡയുടെ പേർ 2,2 രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആള്. ആളെന്ത് ചെയ്ത്? സെറ്റിലുള്ള എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ സെറ്റ് ഓഡയുടെ പേർ 2,2 രണ്ടിലും കോമൺ ആയിട്ട്. ഇപ്പൊ യൂണിയൻ ഞാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ എല്ലാ എലമെന്റ്സും എഴുതിയൊക്കെ റെപ്പിറ്റേഷൻ ഒഴിവാക്കാം. അപ്പൊ ഇയാളെ ഒരു വട്ടം മാത്രം എഴുതിയിട്ട് ബാക്കിയുള്ള എല്ലാവരും എഴുതിക്കുമ്പോൾ യൂണിയൻ കിട്ടും. ഓക്കെ, ഇതാണ് ഇന്റർസെക്ഷൻ യൂണിയന്റെ വൈദ്യുതി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, ഇനി അടുത്തയിലോട്ട് പോകട്ടെ. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ സെറ്റ് എ ഉണ്ട്, സെറ്റ് ബി ഉണ്ട്. ഫൈൻഡ് നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിൽ നിന്ന് കുറെ റിലേഷൻസ് ഉണ്ടാകും. വെച്ചാൽ എ ബി റിലേഷൻ എ ടു ബി റിലേഷൻ പറഞ്ഞാല് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് എ ടു ബിയുടെ റിലേഷൻ. സബ്സെറ്റ് കുറെ സബ്സെറ്റുകൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി അല്ലാത്ത ഇക്വേഷൻ ആണ് 2p into q. ഫസ്റ്റ് ചാപ്റ്ററിൽ ടോട്ടൽ നമ്പർ ഓഫ് 2 എന്നായിരുന്നില്ല. ഇവിടെ നമ്പർ ഓഫ് റിലേഷനുള്ള ഇക്വേഷൻ 2p into q. p എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ്, q എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇട്ടാ. അപ്പൊ നിങ്ങൾക്ക് p എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുള്ളൂ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ p equal to നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ a. q എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ b. നമ്മൾ എത്ര ഉണ്ട്? എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ്. ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ്. അപ്പൊ കൊടുത്ത ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം A to B equal to 2 raised to P into Q ആണ്. P into Q ആണ്. P ഇവിടെ എത്രയാണ്? 2 ആണ്. Q ഇവിടെ എത്രയാണ്? 2 ആണ്. P raised 2 raised to 2 into 2. 2 raised to 2 into 2 2 raised to 4 ക്യാൻസർ 16. ടോട്ടൽ നമുക്ക് 16 റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ടോട്ടൽ നമുക്ക് 16. അപ്പൊ ഇക്വേഷൻ പഠിക്കുക. 2 സെറ്റ് ഉണ്ട്. അവിടുന്ന് നമ്പർ ഓഫ് റിലേഷൻ വെച്ചാൽ 2 raised to P into Q. P എന്ന് പറഞ്ഞാൽ സെറ്റ് ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ്, Q എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ്. എലമെന്റ്സ് കൊടുക്കുമ്പോൾ 2 raised to 2 into 2. ഇവിടെ രണ്ടായിരുന്നു, രണ്ടിലും 2 raised to 2 into 2 2 raised to 4 16 ആൻസർ കിട്ടി. ഓക്കെ, ഇനി ആകെ 2 ക്വസ്റ്റ്യനും പാടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗ്രാഫ് പഠിച്ച് അതിൽ ഡൊമൈനും റേഞ്ചും ആണ്. പക്ഷേ ഡൊമൈൻ എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ്, റേഞ്ച് സെറ്റ് ഓഫ് ഓൾ വൈ വാല്യൂസ്. ഓക്കെ, ഇനി കുറച്ച് ഫംഗ്ഷൻസിന്റെ 2 ക്വസ്റ്റ്യൻ കൂടി. റിലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞത് അതുണ്ട്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്ത് ഓഡയുടെ പേര് ഈക്വൽ ആവുമ്പോൾ എക്സുടെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് എ ഈക്വൽ ടു 1 2 3, സെറ്റ് ബി ഈക്വൽ ടു 3,4. ഈ പാഠത്തിൽ എപ്പോഴും ഒരു സബ് ക്വസ്റ്റ്യൻ എന്തായിരിക്കുള്ളൂ? എ ക്രോസ് ബി ആണ്. ഇവിടുത്തെ എ ക്വസ്റ്റ്യൻ ആണ് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ഈക്വൽ ടു തെറ്റാണ്ടിരിക്കാണ്ട് രണ്ടൊന്ന് എഴുതി വെക്കുക. 1 2 3 ക്രോസ് സെറ്റ് ബി നമ്മൾ 3,4. ഇവിടുന്ന് പോസിബിൾ ഓഡയുടെ ബേസ്, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഓഡയുടെ ബേസ്. അപ്പൊ നിങ്ങക്ക് 1,3 ഓഡയുടെ പേർ 1,4 1 വെച്ച് പേര് 2 വെച്ച് പേര് ചെയ്യാം. അപ്പൊ 2,3 അടുത്ത ഓഡയുടെ പേർ 2,4 നിർത്താൻ പറഞ്ഞ 3 വെച്ച് പേര് ചെയ്യണം. അപ്പൊ എന്ത് വരും? 3,3 അടുത്ത് 3,4. ഓക്കെ, എഴുതി വെച്ച്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ,
ഇവിടെ ലെറ്റ് ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഈക്വൽ ടു റിലേഷനിലും എന്തിനാണ് വരിക ഓർഡേർഡ് പെയർ. ഓക്കെ, റിലേഷൻ പറഞ്ഞ എയിൽ നിന്ന് ബിയിലോട്ടാണ് റിലേഷൻ പോകുന്നത്. ഓക്കെ, ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ, എക്സ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും, ഈ എക്സ് എന്ന് പറഞ്ഞാൽ എയുടെ എലമെന്റ് ആയിരിക്കും, വൈ എന്ന് പറഞ്ഞാൽ ബിയുടെ എലമെന്റ് ആയിരിക്കും. ഇനി ഇവിടുത്തെ അത് മാത്രമല്ല കണ്ടീഷൻ പറയേണ്ടത് y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ y ഈക്വൽ ടു 1 പ്ലസ് 1 നിങ്ങൾക്ക് 2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, എന്നിട്ട് ബി റിലേഷൻ പ്രസന്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. ആദ്യം എന്ത് ചെയ്യണം, ഈ റിലേഷനെ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആർ ഈക്വൽ ടു ആദ്യം അത് ചെയ്യാം. ആർ ഈക്വൽ ടു റോസ്റ്റർ ഫോമിൽ എക്സിന് 1 കൊടുക്കണം. അപ്പൊ വൈയുടെ വാല്യൂ ഇവിടെ എന്തായിരിക്കണം പറഞ്ഞിരിക്കുക 1 പ്ലസ് 1 നിങ്ങൾക്ക് 2 ഇവിടെ കേട്ടോ. y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് കണ്ടീഷൻ. എക്സിന് 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുട്ട് എക്സ് ഈക്വൽ 1 ആണെങ്കിൽ y ഈക്വൽ ടു 1 പ്ലസ് 1 നിങ്ങൾക്ക് 2 എന്ന് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് 1,2 ആണ് ഒരു ഓർഡേർഡ് പെയർ. ഇനി ഈ 1,2 ഇവിടെ നോക്കാം. 1,2 ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല. ഓക്കെ, 1 വെച്ച് ആരോട്ടർ പെയർ ചെയ്യാൻ വേണ്ടി 2 വെച്ചാൽ 1,2 ഇല്ലാത്തതുകൊണ്ട് ഈ സാധനം ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല, റോസ്റ്റർ റൂമിൽ എഴുതണ്ട. ഇനി 2 വെച്ച് പെയർ ചെയ്യാം. എക്സിന് 2 ഇട്ട് കൊടുക്കണം. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ അതിന് വാല്യൂ എന്തായിരിക്കുള്ളൂ y ഈക്വൽ 2 പ്ലസ് 1 തരാം. അപ്പൊ നിങ്ങൾക്ക് 2,3 ഇടും. 2,3 ഉണ്ടോ നോക്ക് ഈ അക്രോസ് ബിയിൽ 2,3 ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താ ആറില് 2,3 ഇതൊക്കെ പറ്റും. അടുത്ത എക്സിന് ഏത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ 3 ഉണ്ട്. കാരണം എക്സ് എലമെന്റ് ഓഫ് എ ആണ്. എക്സ് എവിടുത്തെ എലമെന്റ് ആയി ഒന്നിട്ട് കൊടുക്കുമ്പോൾ 1,2 എഴുതാൻ പറ്റില്ല, ഇവിടെ ഇല്ല. ഇനി 2 ഇട്ട് കൊടുക്കുമ്പോൾ 2,3 എഴുതാൻ പറ്റും. ഇനി 3 ഇട്ട് കൊടുക്കുമ്പോ 3,4 എഴുതും. 3,4 നോക്കി 3,4 ഉണ്ട്. അപ്പോൾ 3,4 എഴുതാം. ഇതാണ് ഇവിടുത്തെ റോസ്റ്റർ ഫോം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ്റ്റർ ഫോം. ഓക്കെ, ഇതിന് സബ്സെറ്റ് ആണ്. എല്ലാ സബ്സെറ്റിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈ കണ്ടീഷൻ അല്ലാതെ എഴുതാൻ പറ്റും ഇല്ല. 1,2 ഇതിൽ കാരണം അത് എവിടെ ഉണ്ടായില്ല, ഇതിലുണ്ടായില്ല, ക്രോസ് ബിയിൽ ഉണ്ടായില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കഴിഞ്ഞിട്ടില്ല. ഇസ് ആർ ഈസ് എ ഫംഗ്ഷൻ. ആർ ഒരു ഫംഗ്ഷൻ ആണോ അല്ലേ? അതിനൊപ്പം തന്നെ ആർ ഒരു ഫംഗ്ഷൻ ആയിരിക്കണമെങ്കിൽ സെറ്റ് എയിലുള്ള എല്ലാവർക്കും ഒരു ഇമേജ് സെറ്റ് ബിയിലോട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, സെറ്റ് എയിലുള്ള എല്ലാവർക്കും എവിടെ ഉണ്ടായിരിക്കണം, സെറ്റ് ബിയിലോട്ട് ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. ഇവിടെ സെറ്റ് എയിലുള്ള ആർക്കും ഇമേജ് ഇല്ല, 1-ന് ബിയിലോട്ട് ഇമേജ് ഇല്ല. ഈ കണ്ടീഷൻ വരുമ്പോ അപ്പൊ നമുക്ക് ഏതാ ക്ലിയർലി ആർ ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ. കാരണം എവറി എലമെന്റ്സ് ഓഫ് സെറ്റ് എ നോട്ട് എ ഇമേജ് ടു സെറ്റ് ബി. സെറ്റ് ബിയിലോട്ട് ഇമേജ് ഇല്ല എന്ന് പറയാം. ക്ലിയർലി ആർ ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ എഴുതി വെച്ചാൽ മതി. ഇതാണ് അവിടുത്തെ ഈ ഒരു ആൻസർ ഈ ആർ ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത റിലേഷൻ നമ്മുടെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്, റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം. ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1,3 1,5 2,5. സ്റ്റേറ്റ് വെദർ ആർ ഈസ് എ ഫംഗ്ഷൻ ഓർ നോട്ട്. ഇവിടെ നോക്കട്ടാ, ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇവിടെ നോക്കാം. ഇപ്പൊ രണ്ടാൾക്കാർ എടുക്കുന്നത് സെറ്റ് എ ആണ്, സെറ്റ് ബി ആണ്. ഇതിനൊക്കെ എന്താണെന്ന് പഠിച്ചത് ആരോ ഡയഗ്രാം ആ ചാപ്റ്ററിലെ കൂടുതലായിട്ട് കുറെ വട്ടം പഠിച്ചത്. ഇപ്പൊ സെറ്റ് കയ്യിൽ ഇവിടെ ആരൊക്കെയാണ് 1ഉം 2 ആണുള്ളത്. സെറ്റ് ബി ഉള്ളത് 3 5 5. ഇനി പെയർ ചെയ്യുമ്പോ 1,3 1,5 1,5 വരുന്നുണ്ട്. ഒരു 5 ഉള്ളു. ഇനി 2 വെച്ച് പറയുമ്പോ 2,5. ഇതൊരു ഫംഗ്ഷൻ ആണല്ലേ? ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ഇമേജ് പാടുള്ളൂ. ഒരു ഇമേജ് എല്ലാവർക്കും ഇമേജ്, ഇവിടെ എല്ലാവർക്കും ഇമേജ് സെറ്റ് ചെയ്യില്ല. പക്ഷെ ഒരാൾക്ക് എത്ര ഇമേജ് ഉണ്ട്? 2 ഇമേജ് ഉണ്ട്. ഒരാളെ 2 പേരെ നോക്കുന്നുണ്ട്, ഒരാളിനെ 3-ന് നോക്കിയിട്ട് 5 നോക്കണം. അതുകൊണ്ട് ഈ സാധനം എന്തല്ല ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർലി എഫ് ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ. കാരണം എന്താണ് ഇവിടുത്തെ സെറ്റ് ചെയ്യുള്ള എവറി എലമെന്റ്സ് ഓഫ് സെറ്റ് എ നോട്ട് ഓൺലി 1 ഇമേജ്, കുറെ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ ക്ലിയർലി എഫ് ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ. ക്ലിയർലി ആർ ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരു ഇമേജ് പാടുള്ളൂ. ഇവിടെ എത്ര ഇമേജ് ഉണ്ട്? 1-ന് എത്ര ഇമേജ് ഉണ്ട്? 2 ഇമേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടാ. ഓക്കെ, ഇവിടുന്ന് കുറച്ചധികം ഉണ്ട്. അതിൽ ഈ സാധനം വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാ സി ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിന് എന്ത് ചെയ്താൽ മതി? സിഗ്നൽ ഫംഗ്ഷൻ അവിടെ വന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1, x ഗ്രേറ്റർ ദാൻ 0 0, x ഈക്വൽ ടു 0 അടുത്ത -1, x ലെസ് ദാൻ 0. ഇതിന്റെ ഡൊമൈനും റേഞ്ച് കാണാൻ അറിയാലോ. ഇവിടുത്തെ ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ച് കാണാനാണ്. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ ആർ ആയിരുന്നു, റിയൽ നമ്പേഴ്സ് ആയിരുന്നു. റേഞ്ച് എന്തായിരുന്നു? സെറ്റ് -1 0 1. സി ക്വസ്റ്റ്യൻ ചെയ്ത് ഇനി എ ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഇതിന്റെ ഡൊമൈനും റേഞ്ചും ഇവിടെ അടിയിൽ എക്സ് ഉണ്ടാവാൻ പാടില്ല, നോട്ട് ഈക്വൽ 0. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ ഗ്രാഫ് ഇങ്ങനെ ഉണ്ട് വരിക. ഓക്കെ, ഇവിടെ എക്സ് ആക്സിലും y ആക്സിലും മുട്ടൂല. ഇതേപോലെയാണ് 1/x ഗ്രാഫ് വരും. അപ്പൊ ഇതിന്റെ
ഡൊമൈനും റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൊമൈൻ ഈക്വൽ ടു 0 വരാൻ പാടില്ല. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ആണ് എക്സെപ്റ്റ് ആര്, 0 മാത്രം ഒഴിവാക്കാം. റേഞ്ചും അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ആണ്, ആരെ മാത്രം ഒഴിവാക്കുക, 0 മാത്രം ഒഴിവാക്കുക. ഇതാണ് നമ്മുടെ 1/x=1/x ഡൊമൈനും റേഞ്ചും. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു പോട്ടെ. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ചോദിക്കാറ്. അടുത്ത സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ പഠിച്ച് f(x)=mod(x+1) ഡൊമൈനും റേഞ്ച് എന്തായിരുന്നു? ഡൊമൈൻ നിങ്ങൾ പഠിച്ച് ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് വന്നപ്പോ ആ ഗ്രാഫ് വരച്ചപ്പോഴാണ് നിങ്ങൾ അടുത്ത് പറഞ്ഞ് എവിടെ മുതൽ എവിടെ വരെ പോസിറ്റീവ് നമ്പർ ആണ്, ക്ലോസ്ഡ് ഇന്റർവെൽ 1, പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പാഠത്തിൽ എപ്പോഴും ചോദിക്കാറ് ഒരു ഫംഗ്ഷൻ തരും, അതിന് ഡൊമൈനും റേഞ്ചും കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ, ഡിഫൈൻ മോഡുലസ് f(x)=മോഡുലസ് മോഡുലസ് x+1 ആണ്. അല്ലെങ്കിൽ ഈ പാഠത്ത് ചോദിക്കുക കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്, കുറെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇന്ന് ചെയ്ത്, അല്ലെങ്കിൽ രണ്ട് ഓടിയുടെ പേര് ഈക്വൽ ആയിട്ട് എക്സിന്റെ വൈഡ് വാല്യൂ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഈ ചാപ്റ്റർ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയെങ്കിലും കറക്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 6 മാർക്ക് സുഖമായിട്ട് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ എക്സാമിന് പഠിച്ചു പോകാം. ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കുക. ഇവിടുത്തെ റെഗുലർ ആണ് ചാപ്റ്റർ എക്സാമിന് ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിച്ചു വരാം. ഇതും നോട്ടുകൾ ക്വസ്റ്റ്യൻസ് വെക്കണം കേട്ടോ. ഓക്കെ, ബൈ.